എൻ്റെ മനസ്സിന് കെട്ടിക്കിടക്കുന്ന ചില എന്താ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന ചില ചിന്തകളെ ഞാനിവിടെ പറയുകയാണ്. ഇതിൽ നാഗി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യമാണെങ്കിലും, അതായത് നമ്മുടെ മനസ്സിന് പറയാൻ തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. അത് അഴിച്ചു വിടുക, നമ്മുടെ മനസ്സൊക്കെ ക്ലിയറാവും. എന്നാൽ ഞാൻ ഈ പറയുന്നതിന് കാരണങ്ങളുമുണ്ട്, വെറുതെ പറയുന്നതല്ല. എന്നാലും ഞാൻ നാഗയെക്കുറിച്ച് ഞാൻ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർ പറയുന്ന ചില കാര്യങ്ങൾ ഷോർട്ടാക്കിയിട്ട് ഇട്ട് വെക്കാറുണ്ട്. നമ്മൾ ഒരു വ്യക്തിയിൽ കാണുന്ന ഒരു കാര്യത്തെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു വ്യക്തിയിൽ എൻ്റെ മനസ്സിന് തോന്നിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അത് അവരിൽ ഞാൻ കണ്ട ഒരു കാര്യത്തെ, അവരുടെ ഗുണങ്ങളെ ഞാൻ എടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പം ഞാൻ ഈ പറയുന്നതിന് ചില കമൻറ്റ് വരുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങളെ എനിക്ക് പറയണമെന്ന് തോന്നി. ഒരു വ്യക്തിയെ മനസ്സിലാക്കുക എന്നത് സ്വയം മനസ്സിലാക്കിയെടുക്കുകയാണ്. ഒന്നുകിൽ നിങ്ങളോട് പെരുമാറിയ രീതി, നിങ്ങളോട് എന്തിനു പറഞ്ഞു, സംസാരിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ എന്തവരോട് പറഞ്ഞു, അവർ നിങ്ങളോട് എന്ത് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് എന്നൊക്കെയുള്ള ചിന്തകൾ തന്നെയാണ് സ്വയം മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ പറയുന്നു, അവർ പറഞ്ഞപ്പോഴാണ് നാഗയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്, പിന്നെ അവരിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഏതൊരു വ്യക്തിയും നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനോട് പെരുമാറുമ്പോൾ അവരെങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു ചിന്തകളെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ആ മനസ്സിന് മാത്രമേ അറിയുള്ളൂ, സന്തോഷമായാലും സങ്കടമായാലും. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞിട്ടല്ലല്ലോ നമ്മളൊരാളെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കവരെ മനസ്സിലാക്കാൻ കഴിയുക? സ്വയം മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് കുറച്ച് മുന്നേ പറഞ്ഞ, നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, നിങ്ങളെന്ത് സംസാരിച്ചു, മറ്റൊരാളുടെ വാക്കുകൊണ്ട്, മറ്റൊരാളുടെ വാക്ക് കേട്ട്, അങ്ങനെയൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലാതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു മനുഷ്യനോട് ധൈര്യത്തോടെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഞാൻ ഈ കാര്യം പറയുന്നതിന് കാരണമുണ്ട്. നാഗ ഒരു മിടുമിടുക്കത്തി പെണ്ണ് എന്നൊക്കെ പറയാം, അങ്ങനെയും പറയാൻ പറ്റില്ല, ഒരു മിടുമിടുക്കത്തിയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ചിന്തകളെ എത്രത്തോളം വിവരിക്കാനും മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് നാഗയ്ക്കുണ്ട്. അവരത് പറയുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ചിന്തകൾ കടന്നു ചെല്ലുന്നത്, ധൈര്യപൂർവ്വം. അതൊരു കഴിവ് തന്നെയാണ്, ഞാൻ നാഗയിൽ കണ്ടെത്തിയ കഴിവ്. അത് മറ്റൊരാൾക്ക് ഞാൻ കണ്ടെത്തിയതുപോലെ മറ്റൊരാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് കണ്ടെത്താൻ കഴിയില്ല. സ്വയം ഇറങ്ങിച്ചെന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുമോ. മറ്റൊരാൾ പറയുന്ന വാക്കിലൂടെയല്ല നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കേണ്ടത്. ഇതെനിക്കൊരു അസൂയ കൊണ്ടോ അല്ലെങ്കിൽ വിമർശിച്ച് കൊണ്ട് നമുക്ക് നേടാൻ വേണ്ടിയിട്ടുമല്ല. ഒരുപക്ഷെ നാഗയോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നാഗ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതാണ് നോക്കിയത്. മറ്റൊരാൾക്ക് മറുപടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് മാത്രമേ മറ്റുള്ള വ്യക്തികൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ അവരുടെ ഗുണങ്ങൾ എത്ര മാത്രമുണ്ട്. അവരുടെ കവിത എഴുത്ത്, പിന്നെ സംസാരം, പിന്നെ മറ്റൊരാളെ
ജീവിക്കാൻ അനുവദിക്കുന്ന മൈൻഡ്, പിന്നെന്താ ആരുടെ ജീവിതത്തിലും ഇടപെടാതിരിക്കുന്ന മൈൻഡ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരാളെ ജീവിക്കാൻ അനുവദിക്കുക, മറ്റൊരാളുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറാതിരിക്കുന്ന ആ ഒരു സ്വഭാവം. ഇതവരെ ഞാൻ പുകഴ്ത്തുന്നതല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്ത നാഗ ഇതൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ നാഗയുടെ നല്ല നല്ല സംസാരത്തെ ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നു. അതെനിക്ക് കൊണ്ടുവരണമെന്ന് തോന്നും. കാരണം മറ്റൊരാൾക്ക് കൊടുക്കുന്ന മറുപടി എടുത്തിട്ട് മറ്റുള്ള മനുഷ്യരിലേക്ക് കാണിച്ചു കൊടുത്ത്, പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, അവരോട് സംസാരിച്ചു എന്ന് കരുതി പിന്നെ വേദനിപ്പിക്കുക, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ നാഗ എത്ര സുന്ദരമായ സംസാരവും ഒരു മികച്ച വ്യക്തിത്വമാണ് എന്നുള്ളത് എനിക്ക് തെളിയിക്കണമായിരുന്നു. ഒരുപക്ഷെ ഇതോടുകൂടി ഞാൻ ഈ ചാനൽ നിർത്തുമെന്നും കരുതാം. ചില സമയത്ത് തുടങ്ങുകയും ചെയ്യാം. എങ്കിലും എൻ്റെ വാക്കുകൾ ഞാൻ ഇറങ്ങിച്ചെന്ന് തുറന്നു പറയുകയാണ്. ഇത് ഞാൻ പറയുന്നത് നാഗയ്ക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്ക് വ്യക്തതയുണ്ട്. അവർ മറ്റൊരാൾക്ക് കൊടുക്കുന്ന മറുപടിയോ അല്ലെങ്കിൽ അതൊക്കെ കേട്ടുകൊണ്ട് ചില മനുഷ്യർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആന്തരികമായിട്ട് ചിന്തിക്കുന്ന അവസ്ഥയിൽ നമുക്ക് യാതൊന്നിൻ്റെയും ആവശ്യമില്ല. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിന് ജീവനുണ്ടായിരിക്കുന്ന ടൈം, നമുക്കെല്ലാം ജീവിക്കുന്ന നിമിഷങ്ങളിലെല്ലാം ആവശ്യമാണ്. നമുക്കെപ്പോഴും ആന്തരികമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കാൻ പറ്റില്ല. ജീവനുള്ളിടത്തോളം കാലം ജീവിച്ചേ മതിയാവും. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് മാറി മറിയുന്ന മനുഷ്യ മനസ്സ് അവർ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് എടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. പൈസക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ തൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ സംഭവത്തെയും അവർ എവിടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ എന്തൊക്കെ യാതനകളും സന്തോഷങ്ങളും കടന്നു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ തുറന്ന് പറച്ചിലുകൾ, പലരും പറയാൻ മടിക്കുന്ന പല കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം കൗതുകം തോന്നും, ആശ്ചര്യം തോന്നും, ഇഷ്ടം തോന്നും, ഇഷ്ടക്കേട് തോന്നും. എന്നാൽ അത് അവരുടെ ജീവിതമായിരുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം കുറേ പേര് നാഗ എൻ്റെ കമൻറ്റ് വായിക്കും, അറിയാവോ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ നാഗ എന്ന വ്യക്തി ക്രൂരമായി വേദനിച്ച സമയമുണ്ട്. അപ്പോഴൊന്നും കാണാതെ ഇപ്പോൾ ഓരോ കമൻറ്റ് വന്ന് എഴുതുമ്പോൾ ഇത് ഞാനൊരു ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓരോരോ വിഷയങ്ങളങ്ങ് വിട്ടുപോകും. അപ്പോൾ ഇപ്പോഴൊന്നും നമ്മൾ ഒരാൾ അറിയപ്പെടുന്നു, പണ്ടും നാഗ അറിയപ്പെടുന്നുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കവിത എഴുതിയിട്ടും കഥ എഴുതിയിട്ടും അതുപോലെ തന്നെ ആർട്ടിസ്റ്റായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് അതൊക്കെ കൂടുതലായിട്ട് മറ്റുള്ളവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതികഠിനമായിട്ട് മനുഷ്യവാക്കിനാൽ ഒരാളെ കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്ത സമയത്തൊക്കെ ഈ പറയുന്നവരൊന്നും ഒരു വാക്കുകൾ കൊണ്ട് പോലും ഒന്ന് പറഞ്ഞില്ലല്ലോ എന്ന് എൻ്റെ മൈൻഡിലോട്ട് വരാറുണ്ട്. ഇതൊരു അസൂയ കൊണ്ട് പറയുന്നതൊന്നുമല്ല, എന്നാലും എൻ്റെ മനസ്സിലുള്ളത് എന്നിവിടെ തുറന്ന് പറഞ്ഞു എന്ന് മാത്രമാണ്. ഇപ്പോൾ അവരോട് പറയുന്ന എൻ്റെ കമൻറ്റ് വായിക്കും, പിന്നെ
അല്ലെങ്കിൽ ഹായ് പറയൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ചില നേരത്തെ ദേഷ്യം വരാറുണ്ട്. ഇതൊരു അസൂയയോ അവർക്ക് നല്ലത് വന്നാലും മോശം വന്നാലും മനുഷ്യനാൽ അവർ സ്വയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. നമുക്ക് പരിചയം പോലും ഇല്ലാത്ത മനുഷ്യരിൽ നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാതെ ഓരോരോ വിഷമതകൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ പരിചയമുള്ളവരിൽ നിന്നും വരും. ഇങ്ങനെയൊക്കെ മാറി മറിയുന്നൊരു ഇതൊരു സത്യം പറയും. ഇതൊക്കെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ മനസ്സിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ നിർത്താതെ കഥകളുണ്ടാവും. കഥകളല്ല, സത്യങ്ങൾ. അതിനെ അങ്ങ് തിരിച്ചറിഞ്ഞു കൊണ്ട് വരുന്നു കഴിഞ്ഞാൽ അന്തവും കുന്തവും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ അവരവരുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കാം.